ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സിറിയയിൽ നിന്നും ആളുകൾ പലായനം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇറാഖിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ പലായനം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. യുദ്ധവും പട്ടിണിയും അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ആളുകൾ പല രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യുന്ന വളരെ ദയനീയമായ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന, സെക്കുലറിസത്തെക്കുറിച്ച് സംസാരിക്കുന്ന, മതനിരപേക്ഷതയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഒരുപാട് ബുദ്ധിജീവികളുള്ള നമ്മുടെ നാട്ടിൽ നിന്നും വളരെ നിശബ്ദമായി ആളുകൾ പലായനം ചെയ്യുന്ന, ഇഞ്ചിഞ്ചായി ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ആരും കാണുന്നില്ല. അതുമല്ലെങ്കിൽ നമ്മളെ ആരും കാണിക്കുന്നില്ല. അതിനെതിരെ നമ്മൾ തിരഞ്ഞെടുത്തു വിട്ട ജനപ്രതിനിധികൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അവർ കണ്ടില്ലെന്ന് നടിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അത് കണ്ടില്ല എന്ന് നടിക്കുന്നു. ഇങ്ങനെ പോകുന്നു ഇവിടെ നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുന്നതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതൊരു പക്ഷേ പല നാടുകളിലേക്ക് ജോലിക്ക് വേണ്ടി ആയിരിക്കാം, അത് ഇവിടെ ജീവിക്കാൻ ബിസിനസ് അടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയാത്തതിൻ്റെ പേരിലായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിൽ നിന്നും ആളുകൾ പലായനം ചെയ്യാൻ വിധിക്കപ്പെടുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യപ്പെടുന്നു. അവർക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പരിശോധിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വന നിയമങ്ങൾ ശക്തമാകുമ്പോഴും ജനങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങൾ ശക്തമാകാതിരിക്കുന്നത്? ഇപ്പോൾ പോലും വന ഭേദഗതി നിയമം അനുസരിച്ച് ആരുടെയും വീട്ടിൽ കയറി പരിശോധിക്കാനുള്ള അവകാശം, വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം, അങ്ങനെ അവകാശങ്ങൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ നിയമ ഭേദഗതി അടക്കം നടത്തുമ്പോൾ അവകാശങ്ങൾ ഒന്നുമില്ലാതെ നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഡോക്ടർ ജോസുകുട്ടി ഒഴുകിയിൽ, അതുപോലെ ആ പ്രദേശത്തു നിന്നുള്ള, നമുക്കറിയാവുന്നതുപോലെ കോതമംഗലത്ത് കാട്ടാന ചവിട്ടിക്കൊന്നത് ഈ അടുത്ത ദിവസമാണ് ഒരാളെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവം ഉണ്ടായത്. കേരളം മുഴുവൻ അതിൻ്റെ അലയൊലികൾ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും നമ്മളോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് ദേവസ്യ ചാക്കോയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഏവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ദേവസ്യ ചാക്കോ, നമുക്ക് അറിയാവുന്നതുപോലെ ഈ അടുത്ത ദിവസമാണ് നിങ്ങളുടെ പ്രദേശത്തു നിന്നും ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. വളരെ വലിയ പ്രതിഷേധ പരിപാടികൾ അവിടെ സംഘടിപ്പിച്ചു. ഇത് ഒരുപാട് കാലങ്ങളായി തുടരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. എന്താണ് ആ പ്രദേശത്തെ ഒരു അവസ്ഥയെക്കുറിച്ചും അവിടുത്തെ എങ്ങനെയാണ് ഇതുണ്ടായതിനെ എന്നതിനെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ? ഞാൻ കൂടുതൽ നിയമം പറയുന്നില്ല. ഇന്നത്തെ ദിവ്യ പത്രത്തിൽ ആധികാരികമായിട്ട് എല്ലാവരും നിയമം പറഞ്ഞതാണ്. പിന്നെ പോയിട്ട് കുട്ടമ്പുഴ പരിസരത്തും മറ്റു കാര്യങ്ങളുള്ള അത് മാത്രം പറയാം. 970 കാലഘട്ടത്തിൽ എൻ്റെ ഫാദർ പൂയംകുട്ടിയിൽ ഒന്ന് സ്ഥലം മേടിച്ചതാണ്. അത് 920 പട്ടയം കൊടുത്തതാണ്. മഹാരാജാവിൻ്റെ കാലത്ത് പട്ടയം കൊടുത്തതാണ്. ഓൾഡ് ആലുവ മൂന്നാർ റോഡിന്റെ സംരക്ഷണാർത്ഥം സർസേപ്പി വന്ന് താമസിച്ച് കഴിയുമ്പോൾ, ഇല്ല സാഹിബന്മാർ പോയി കഴിയുമ്പോൾ മൃഗങ്ങൾ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് വരെ പട്ടയം കൊടുക്കുന്നതിന് മുമ്പ് മഹാരാജാവിന് പട്ടയം കൊടുത്ത സ്ഥലമാണ് തട്ടേക്കാട്, കുട്ടമ്പുഴ, പൂയംകുട്ടി ഇങ്ങനെയുള്ള മേഖലകളെല്ലാം. ഇപ്പോൾ ആ മേഖലകളിൽ നേരത്തെ ഒരു 5-8 വർഷം വരെ യാതൊരുവിധ മൃഗങ്ങളുടെ ശല്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആൾക്കാർ സ്വസ്ഥമായിട്ട് കഴിഞ്ഞതാണ്. ഇപ്പം മൃഗങ്ങൾ കൂടി. അതിന് വേറെ പല കാരണങ്ങളുണ്ട്. പിന്നെ ആൾക്കാർക്ക് ഈ മൃഗങ്ങൾ ഈ ഫോറസ്റ്റുകാരെ പറ്റിയുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കോതമംഗലം പിതാവുണ്ട്. വളരെ എല്ലാ പിതാക്കന്മാരും സമാധാന പ്രിയരാണ്. പക്ഷേ പിതാവിന്റെ ആ ഒരൊറ്റ ഡയലോഗ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഭയങ്കരമായിട്ട് ഇതായി പോയി. മൃഗങ്ങളെ സംരക്ഷിക്കാം, പക്ഷെ സംരക്ഷിക്കുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കേസാണ്. നമ്മുടെ MLA മാരും മന്ത്രിമാരും മറ്റാൾക്കാരും നോക്കേണ്ട ഒരു കാര്യമാണ്. മൃഗത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്, മനുഷ്യനെ സംരക്ഷിക്കാൻ ആളില്ല. ഇന്ത്യൻ പീനൽ കോഡിലും അതുപോലെ ബാക്കി നിയമങ്ങളിലെല്ലാം മനുഷ്യ നിയമമുണ്ട്. പക്ഷേ മൃഗങ്ങൾ ഒരു മനുഷ്യനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവന് സെൽഫ് പ്രൊട്ടക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ എൻ്റെ ഒരു അനുഭവം പറയാം. അപ്പൊ അതാണ് ചോദിച്ചത്. സക്കിന TV-ക്കാർ ചോദിച്ച എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ ഒരു 10-20 എൻ്റെ ഫാദർ മരിച്ചപ്പോൾ മുതൽ 94 മുതൽ അവിടെ ആക്റ്റീവായിട്ട് കൃഷിയായിട്ട് നിൽക്കുന്നതാണ്. എനിക്കൊണ്ട് കുറച്ച് സ്ഥലവും മറ്റു കാര്യങ്ങളും. പക്ഷേ ഉണ്ടായിരുന്ന കവുങ്ങ് മുഴുവൻ കളഞ്ഞു, അത് കഴിഞ്ഞ് തെങ്ങ് കളഞ്ഞു,
അത് കഴിഞ്ഞ് വാഴ കളഞ്ഞു. ഇപ്പൊ അണ്ണാനായി, അതുപോലെ തന്നെ മലയണ്ണാനായി, കുരങ്ങായി. മനുഷ്യൻ ജീവിക്കാൻ മേലാത്ത സ്ഥിതിയായി. ഇപ്പൊ അതുകൊണ്ട് പിള്ളേർ ഉള്ള പട്ടയം മുഴുവൻ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ട് പിള്ളേരെ മുഴുവൻ കാനഡയ്ക്കും ഓസ്ട്രേലിയയും അതിലും കയറ്റി വിട്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടെ പോയിട്ട് പിള്ളേർക്ക് പലർക്കും പണിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് സ്ഥലം വരെ ജപ്തി ചെയ്ത് പോകേണ്ട സമയമായി ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ബാങ്കിന്റെ പ്രസിഡന്റ് കെ ശിവൻ എന്നോട് പറഞ്ഞു, കുട്ടമ്പുഴ ബാങ്കിന്റെ പ്രസിഡന്റ് പറഞ്ഞ, സാറേ എനിക്ക് ഭയപ്പാടാകുന്നു. എന്താണെന്ന് ചോദിച്ചു. ബാങ്കിലെ ആധാരങ്ങൾ മുഴുവൻ കുമിഞ്ഞു കൂടിയിരിക്കുക. ഇത് എന്ത് ചെയ്യും? പിള്ളേരുടെ കാശ് വരാതെ ഇരിക്കുന്നു. അതിന് കഴിഞ്ഞാല് അങ്ങനെയുള്ള ഒരു സംവിധാനം ഇപ്പൊ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഫോറസ്റ്റുകാരെ കൊണ്ട് പിതാവ് പറഞ്ഞതുപോലെ ഈ ഫോറസ്റ്റുകാരെ കൊണ്ട് സാധാരണ ജനം മുഴുവൻ മടുത്തു. എന്തുകൊണ്ടാണ് ഈ ഫോറസ്റ്റുകാർ ഇത്രയും വലിയ വിരോധം വന്നത്? കുട്ടമ്പുഴ എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടമ്പുഴ ഒരു സൈഡ് പട്ടയ സ്ഥലവും ഒരു സൈഡ് പുഴയും ഒരു സൈഡ് ഫോറസ്റ്റുമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ പട്ടയ സ്ഥലത്തോട് ചേർന്ന് ഒരു കിണർ കുത്തി കഴിഞ്ഞപ്പോൾ അത് മലയാറ്റൂർ DFOയും അവിടെയുള്ള കുട്ടമ്പുഴ റേഞ്ച് ഓഫീസറും ആൾക്കാരോട് വന്ന് അത് പൊളിച്ചു മാറ്റി. ഞാൻ അതിന് ഒരു പ്രൈവറ്റ് കമ്പനി കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി ഫയൽ ചെയ്തിട്ടുണ്ട്. അത് പെൻഡിംഗ് ആണ്. ആൾക്കാർക്ക് ഒരു കേസ് ഫയൽ ചെയ്യാൻ വരെ ഭയപ്പാടാണ്. ഇവര് കേസ് ഫയൽ കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ ഇല്ലെന്നാക്കി കളയുന്ന ഒരു സംവിധാനമാണ് അവിടെ നടക്കുന്നത്. അതങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ പൂയംകുട്ടിയിൽ എന്ന് പറഞ്ഞാൽ പുലിമുരുകൻ പാലം എന്ന് പറഞ്ഞൊരു പാലമുണ്ട്. ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരുന്ന, ആയിരക്കണക്കിന് ആൾക്കാർ ഒരു ഞായറാഴ്ചയും ശനിയാഴ്ചയും വരുന്ന, കുളിക്കാൻ ഇവർ അനുവദിക്കത്തില്ല. അതിന് ഫോറസ്റ്റുകാരുമായിട്ട് ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ അനുവദിക്കത്തില്ല. അവര് വിശാലമായിട്ട് സ്ഥലം കിടക്കുക, ഒരു മരങ്ങളും മറ്റു കാര്യങ്ങളും ഇല്ലാതെ മരത്തിന്റെ ഇടയ്ക്കൂടെ പാർക്ക് ചെയ്യാം. വണ്ടി പാർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ എങ്ങനെ ഉപദ്രവിക്കാം എന്നുള്ള ഒരു കാര്യമാണ് അവർ നോക്കുന്നത്. ഒരു കാലിനെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി അവര് സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ ആദിവാസികൾക്ക് അവിടെ ഭൂമി അലോട്ട് ചെയ്തു. 3 ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് അവര് പിന്നെ ഒരു കാരണവശാലും അവിടുത്തെ മരങ്ങൾ വെട്ടിമാറ്റുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല. അങ്ങനെ ഫോറസ്റ്റുകാര് സമസ്ത മേഖലയിൽ വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. ആകപ്പാടെ കുറച്ച് ആദിവാസികളായിട്ടുള്ള യുവാക്കളെയും അതുപോലെ മറ്റാൾക്കാരെയും അവര് വാച്ചർമാരായിട്ട് നിയോഗിക്കും. എന്നിട്ട് അവർക്ക് ശമ്പളം കൊടുക്കത്തില്ല. അവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല. ഇപ്പോൾ അവർക്കാണ്, ഈ ഫോറസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ളിലോട്ട് പോകാനോ അവർക്ക് മറ്റു കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി നടപ്പില്ല. ഇപ്പൊ ഈ പൂയംകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഫോറസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ഉണ്ട്. അത് 4 വശത്താലും ചുറ്റപ്പെട്ട് ട്രെഞ്ചും താത്ത് അവർ സുഖമായിട്ട് സുഖവാസം കഴിക്കുന്നു. കുട്ടമ്പുഴ ഇരിക്കുന്ന ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടമ്പുഴ ടൗണിൽ റവന്യൂ ലാൻഡിൽ ഇരിക്കുന്നു. എന്നാൽ ഇതെല്ലാം ഫോറസ്റ്റ് ലാൻഡിലോട്ട് മാറ്റട്ടെ. അതുപോലെ തട്ടേക്കാട് ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടയ സ്ഥലത്തിരിക്കുന്നു. എന്നാൽ ഇത് അവിടെ ഏറ്റവും വലിയ ശല്യമുള്ള ഒരു സ്ഥലമുണ്ട്, പുന്നേക്കാട് എന്ന് പറഞ്ഞ്. ആ പുന്നേക്കാടോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഫോറസ്റ്റ് സംരക്ഷിക്കാൻ നിൽക്കുന്ന ജീവനക്കാര്, ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഓഫീസ് വിടുന്ന അവരവിടെ കഴിയട്ടെ. അവര് സാധാരണ മനുഷ്യനെ നോക്കട്ടെ. അവര് സാധാരണ മനുഷ്യന്റെ ഒരു കാര്യങ്ങളും നോക്കുന്നില്ല. അതാണ് ഈ നമ്മുടെ മടത്തിക്കണ്ണം പിതാവ് പറഞ്ഞതുപോലെ ഈ മൃഗങ്ങളെക്കാളും മോശമായിട്ട് അങ്ങനെയല്ല പറഞ്ഞത് കേട്ടോ, മൃഗങ്ങളെക്കാളും മോശമായിട്ട് ഈ മനുഷ്യനോട് പെരുമാറുന്നത് ഫോറസ്റ്റുകാരായി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ഇത്രയും വലിയ ഒരു യൂണിയൻ ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഒരു യോഗം കൂടണമെന്നുണ്ടെങ്കിൽ 500 രൂപയും ലോറിയും ബസ്സും സ്മോളും കൊടുക്കാതെ ഒറ്റയൊരുത്തും പറ്റത്തില്ല. ഇത് ആൾക്കാർ തന്നെ നാനാജാതി മതസ്ഥര് വന്ന് ഒന്നടങ്കം വന്ന. അതുകൊണ്ട് സർക്കാർ നന്നായിട്ട് ഭയപ്പെട്ടു. ആ ഭയപ്പെട്ടതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നത്തെ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്, ആ നിയമം പാസ്സാക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കാം, അത് ശരിയല്ല. മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞു തന്നെ, ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ കൂടെ പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ ആ റോഡിലാണ് ഈ അപകടം ഉണ്ടായത്. മന്ത്രിയുടെ ഒന്നും ഔദാര്യമല്ല. 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന് വിധേയമായിട്ട് ഏത് റോഡ് ഉപയോഗിക്കാം. ഇപ്പൊ പൂയംകുട്ടി മുതൽ ഇപ്പൊ പഴയ ഓൾഡ് ആലുവ മൂന്നാർ റോഡ് ഇവർ അടച്ചിട്ടിരിക്കുന്നു. ആ റോഡിന് ഫോറസ്റ്റുകാർക്ക് യാതൊരുവിധ അധികാരവും ഇല്ല. റവന്യൂ ലാൻഡാണ്, അളന്ന് തിരിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലം വരെ അടച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആണ് ഹിൽ ഹൈവേ റോഡ്. അങ്ങനെ സമസ്ത മേഖലയും കൃഷിക്കാരനെയും ആൾക്കാരെയും നാട്ടുകാരെയും ജനത്തിനെയും ആദിവാസികളെയും ഉപദ്രവിക്കുന്ന ഒരു വർഗമായിട്ട് മാറിയിരിക്കുകയാണ് ഫോറസ്റ്റുകാര്. അങ്ങനെ മാറിയത് കൊണ്ടാണ് ഈ ഫോറസ്റ്റുകാരുടെ ഒരു കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് അവരോട് ഇത്രയും വലിയ അലർജി ഉണ്ടാകുന്നത്. ഇതേ രീതിയിൽ അവർ മനുഷ്യനോട് പെരുമാറി കഴിഞ്ഞാല് അവര് മൃഗങ്ങളെ ഇറക്കി വിടുന്നു. ഞങ്ങൾ കൃഷിക്കാർ തീരുമാനിക്കാൻ പോകുന്ന ഒരു ഒറ്റ കാര്യമാണ്, ഒരു കാരണവശാലും ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ ഒരു ജീപ്പ്
നാട്ടിൽ കൂടെ റവന്യൂ വകുപ്പിന്റെ സ്ഥലത്ത് കൂടെ ഓടുകയില്ല. അവർക്ക് ഫോറസ്റ്റിന്റെ ഞങ്ങൾക്ക് അവകാശപ്പെട്ട റോഡിൽ കൂടെ അല്ല അവർ കയറ്റി വിടാതിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന PWD റോഡിൽ കൂടെ അവരുടെ വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് തീരുമാനിക്കണം. ആ സർക്കാർ തീരുമാനിച്ചില്ലേ തീരുമാനിക്കാം. കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദീപിക പത്രത്തിലെ KC ജോസഫ് എഴുതിയ ഒരു പരാമർശനം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ്. KC ജോസഫ് പറഞ്ഞു, അതായത് പുതിയ ഈ ഒരു അമെന്റ്മെന്റ് പാസ്സാക്കാൻ വേണ്ടി ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നു. ആർക്കാ? വാച്ചർമാർക്ക് അധികാരം കൊടുക്കാനും മണൽ വാരാതിരിക്കാനും മീൻ പിടിക്കാതിരിക്കാനും വനത്തിൽ കയറാതിരിക്കാനും വനത്തിൽ മുള്ളാനോ തുപ്പാനോ പറ്റത്തില്ലാത്ത നിയമമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് മന്ത്രിസഭ വന്നിട്ട് മന്ത്രിസഭയാണ് തീരുമാനിക്കുന്നത്. അന്നേരം ഞാൻ അന്തം വിട്ടുപോയി. എനിക്ക് UDF LDF അങ്ങനൊന്നുമില്ല. ഈ മന്ത്രിമാർ എവിടെ പോയിരിക്കുകയായിരുന്നു? ഇത്രയും വലിയ നിയമം ഉണ്ടാക്കിയിട്ട് കൃഷിക്കാരനെ ഇല്ലെന്നാക്കാൻ വേണ്ടിയുള്ള നിയമം. ഇത് സെൻട്രൽ ആക്ടിന് വിരുദ്ധമായിട്ടുള്ള നിയമമാണ്. 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിലും അതിന്റെ റൂൾസിലും അതിന്റെ ഗൈഡ് ലൈൻസിലും പറയുന്നുണ്ട്, ആൾക്കാർക്ക് ആ പ്രദേശവാസികൾക്ക് പുഴയിൽ കുളിക്കാമെന്നും മീൻ പിടിക്കാമെന്നും അതുപോലെ വഴിയെ നടക്കാമെന്നും സഞ്ചരിക്കാമെന്നും വിറക് പെറുക്കാമെന്നും മൃഗങ്ങളെ വളർത്താമെന്നും. അതിന് എതിരായിട്ടുള്ള നിയമം ഇത് എവിടെ നിന്നുണ്ടാക്കി, ആരറിഞ്ഞിട്ടുണ്ടാക്കി? എന്നിട്ട് ഈ മന്ത്രിമാര് അവിടെ ഇരിക്കുന്ന മന്ത്രിമാർ ഈ ക്യാബിനറ്റ് മുഴുവൻ പാസ്സാക്കിയിട്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്യുകയാണ്. ഇത് നിയമമാണ്. 1 കോടിയില് മുകളില് ഇവിടെ കൃഷിക്കാരുണ്ട്. ഈ കൃഷിക്കാരെ കൊണ്ടാണ് ബാക്കിയുള്ള 1.5 കോടി അല്ലെ 2 കോടി ഇവിടെയുള്ള ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർ. ഞാനും ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ഞങ്ങളെ പോലുള്ള ആൾക്കാർ താമസിക്കുന്നത്. അതുകൊണ്ട് ആ പണി നടക്കത്തില്ല, ആ കിരാത നിയമം നടക്കത്തില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ കൂടുതൽ നിയമം പറയുന്നില്ല. മുഴുവൻ ചെയ്യുന്നത് ഫോറസ്റ്റുകാർ ചെയ്യുന്ന മുഴുവൻ നിയമത്തിന് വിരുദ്ധമായിട്ടാണ്. ബാക്കിയുള്ള ആൾക്കാരുണ്ട്, ഞാൻ അതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല. നിയമം പറയാൻ പോയി കഴിഞ്ഞാൽ കൂടുതൽ സമയമാകും. സോറി. എല്ലാരും ഫൈറ്റ് ചെയ്യുക. ഇത് ഞങ്ങളുടെ കൃഷിക്കാരുടെ ഒരു വിഷയമാണ്, മലയോര ആൾക്കാരുടെ വിഷയമാണ്. ഇത് മാറിപ്പോകുന്ന വിഷയമില്ല. ഇതിനകത്ത് ഫാദർ റോബിൻ കാണുമായിരിക്കും, അതുപോലെ പല അച്ഛന്മാര് കാണുമായിരിക്കും, അതുപോലെ തന്നെ മുസ്ലിമിന്റെ നേതാക്കളുണ്ട്, ഹിന്ദുക്കളുടെ ആൾക്കാരുണ്ട്, അങ്ങനെ വിവിധ സമുദായത്തിലുള്ള ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം ഗോതങ്ങൾ തോന്നുന്ന ക്രിസ്ത്യാനികളൊന്നുമല്ല, ക്രിസ്ത്യാനികളായി ഞാൻ അത് സംസാരിക്കാതെ താങ്കളിലേക്ക് ഒന്നും കൂടെ തിരിച്ചു വരാം. അതുപോലെ അതെ, ഞാൻ ഒന്നും കൂടെ തിരിച്ചു വരാം. ഞാൻ ഫാദർ ഫിലിപ്പ് കവീൽ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മലയോര മേഖലയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ കൃഷി നടക്കുന്നില്ല. ഇപ്പം അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ കവുങ്ങ് ആന നശിപ്പിക്കുന്നു, ഇപ്പോൾ തെങ്ങ് നശിപ്പിക്കുന്നു, അങ്ങനെ കൃഷികളെല്ലാം നശിപ്പിക്കുന്നു. ഇപ്പം ഇടുക്കിയിൽ നിന്നും അവിടെ ഈ ഏലത്തിൻ്റെ ചെടികൾ അടക്കമുള്ള നശിപ്പിക്കുന്നു, അങ്ങനെ എല്ലാം നശിപ്പിക്കുന്നതെന്ന് വെച്ചാൽ കൃഷി നടക്കുന്നില്ല. അതുപോലെ തന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ലാൻഡ് വാല്യൂ ഇടിഞ്ഞു എന്നുള്ളതാണ്. ലാൻഡ് വാല്യൂ ഇടിഞ്ഞു എന്നല്ല, ലാൻഡ് വാല്യൂ ഇടിച്ചു കളഞ്ഞു. എന്ന് വെച്ചാൽ ഇന്ന് അവിടെ മലയോര മേഖലയിൽ ആളുകൾക്ക് സ്ഥലം വിൽക്കണമെങ്കിൽ അവിടെ വിലയില്ല. നമുക്കറിയാം, വനം വകുപ്പ് വനത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലാൻഡുകളെല്ലാം നിശ്ചിത വില കൊടുത്ത് ഏറ്റെടുത്തു തുടങ്ങി, പല സ്ഥലത്തും ഏറ്റെടുത്തു, അങ്ങനെ അത് നടക്കുന്നു. ഇനി ഞാനിപ്പോൾ പറഞ്ഞ ലാൻഡ് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞത് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഈ മൃഗങ്ങൾ ഇറങ്ങുന്ന പ്രദേശങ്ങളിലാണ് ലാൻഡ് വാല്യൂ ഇടിഞ്ഞു പോയി എന്ന് പറയുന്നത്. അവിടുത്തെ പല ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. പലരും വാടകയ്ക്ക് വീടെടുത്ത് പല സ്ഥലങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇത്രയും കാലം കൊണ്ട് നമ്മൾ നേരത്തെ പറയുമായിരുന്നു, ആസൂത്രിതമായി വനം വകുപ്പ് ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമായിരുന്നു. അവർ ആസൂത്രിതമായി കാര്യങ്ങൾ നടപ്പിലാക്കി. ഇനി അവർക്ക് മുന്നിൽ അവശേഷിക്കുന്ന ഒരേ ഒരു കാര്യം, ഈ വനത്തിന്റെ അടുത്ത് കിടക്കുന്ന ലാൻഡും കൂടി ഇച്ചിരിയും കൂടെ വില ഇടിയാനുണ്ട്. അത് കഴിയുമ്പോൾ ഈ വനത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ലാൻഡിന് എന്ത് വില കൊടുത്തോ ആ വില കൊടുത്ത് ഈ വനത്തിന്റെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ കൂടെ മേടിക്കാൻ. ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ. അവരുടെ ആസൂത്രണം അത്രത്തോളം എത്തിക്കഴിഞ്ഞു. ഒരു സ്ഥലത്ത് നമ്മൾ സമരം നടത്തുമ്പോൾ മറു സൈഡിൽ വളരെ കൃത്യമായ ആസൂത്രണത്തോടെ അവർ ഇത്രയും എത്തിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇനി നമ്മൾ എന്താണ് കാരണം അവരുടെ കാര്യം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇനി മുന്നോട്ടുള്ള നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? നമുക്ക് ചെയ്യാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഒരുമിച്ച് നിൽക്കുക. നമ്മുടെ എക്കാലത്തെ പരാജയം എന്ന് പറഞ്ഞാൽ നമ്മൾ വിഭജിതരായി പോകുന്നതാണ്. ഇടുക്കിയിലെ പ്രശ്നം, വയനാട്ടിൽ പ്രശ്നം, കണ്ണൂർ പ്രശ്നം, കാസർഗോഡിന്റെ മലയോരങ്ങളിൽ പ്രശ്നം, മലയാറ്റൂരിന്റെ മേഖലകളിൽ പ്രശ്നം, തിരുവനന്തപുരം ഭാഗത്ത് വരെ പ്രശ്നങ്ങളുണ്ട്, അമ്പൂരി ഭാഗത്തൊക്കെ. അപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കാത്തതാണ് നമ്മുടെ പരാജയത്തിന്റെ ഏക കാരണം. അതിനൊരു പരിഹാരമാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന നമ്മുടെ സീറോ മലബാർ സഭയുടെ
സമുദായ സംഘടന തേടുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏത് ഗവൺമെന്റ് ആണേലും അവരുടെ മുമ്പിൽ ശക്തമായി ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുക. അതാണ് ഒന്നാമത്തെ നമ്മൾക്ക് ഉള്ള പോംവഴി. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ നടപടികൾ ശ്രദ്ധിക്കും നമുക്ക് പലവിധ സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. ഇത് ആരെ പീഡിപ്പിക്കാൻ വേണ്ടിയാണ്? നിശബ്ദമായ ഒരു കുടിയിറക്ക് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. ബഹുമാനപ്പെട്ട റോബിൻ സാർ തന്നെ നേരത്തെ ഇതിനെപ്പറ്റി മറ്റ് ചർച്ചകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഷെക്കേന ചാനലിൽ തന്നെ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ വനമേഖലയോട് അടുത്ത് കിടക്കുന്നവരെ, വളരെ പ്രത്യേകിച്ച് സാധാരണക്കാരായ ഗ്രാമീണ കർഷകരെ ബോധപൂർവം അവിടുന്ന് അകറ്റാനുള്ള ഒരു പരിശ്രമം നടക്കുന്നതായിട്ട് നമ്മൾ സംശയിച്ചാൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അല്ല ഫാദർ, ഞാൻ ഒരു നമ്മൾ സംശയിച്ചാൽ മാത്രം മതിയോ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രദേശങ്ങളിൽ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഒരു പ്രദേശത്തിന് ഒരു ഭാവി ഉണ്ടല്ലോ. ഇന്ന് ആ ഭാവിക്കുള്ള ആളുകൾ അവിടെ ഇല്ല ഭാവിക്കുള്ള ആളുകൾ. പല സ്ഥലങ്ങളിലും ഇപ്പോൾ റബ്ബർ അടക്കമുള്ള പല നമുക്കറിയാം മേഖലകൾ, ഇതിൻ്റെ മേഖലകളുള്ള വെട്ടാൻ ആളില്ല, വെറുതെ കിടക്കുകയാണ്. കൃഷി നമുക്കറിയാവുന്നതുപോലെ ആളുകൾ കുടിയേറി കൃഷി നടത്തിയാണ് പ്രോസ്പറായത്. ഇന്ന് കൃഷിയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ലാൻഡിൻ്റെ വാല്യൂ ഇടിഞ്ഞു. ഇനി ലാൻഡ് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫോറസ്റ്റുകാർ ഇപ്പോൾ കൊടുക്കുന്ന ഏകദേശം 15 ലക്ഷം രൂപ കൊടുത്താൽ പോലും അങ്ങനെ പോലും ആളുകൾ എടുക്കാനില്ല. എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും ഫോറസ്റ്റുകാർ എന്തുദ്ദേശിച്ചോ ആ വിലയ്ക്ക് ഫോറസ്റ്റിന്റെ അടുത്ത് കിടക്കുന്ന ലാൻഡ് ഫോറസ്റ്റിൽ നിന്ന് മേടിക്കാൻ കഴിയാവുന്ന അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ആസൂത്രിതമായി അത്ര എത്തിച്ചു. അത് ഏറ്റെടുക്കുക മാത്രമേ ഇനി ഫോറസ്റ്റിന്റെ മുന്നിലുള്ള ഒരേ ഒരു അത് മാത്രമേ ചെയ്ത് തീർക്കാനുള്ളൂ. അതും അവർ ചെയ്യുന്നില്ല. കാരണം ഈ ഏറ്റെടുക്കുന്നത് എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാ. ഞാൻ ഇന്നലെ മാതൃഭൂമി ചർച്ചയിൽ അത് കൃത്യമായി പറഞ്ഞായിരുന്നു. അതായത് ഇന്നലെ അല്ല കേട്ടോ, കഴിഞ്ഞ ദിവസം. അതായത് ഈ കാസർഗോഡ് ഭാഗത്തുള്ള ഒരു പാവപ്പെട്ട മനുഷ്യന്റെ 70 സെന്റ് സ്ഥലം ഇവര് നവകിരൺ പദ്ധതി എന്ന പദ്ധതിപ്പെടുത്തി ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ ഭാര്യ 23 വർഷമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രോഗിയായിട്ട് കിടക്കുകയാണ്. മകൻ ആക്സിഡന്റ് പറ്റി കിടക്കുകയാണ്. ഇവർക്ക് ജീവിക്കാൻ നിർവാഹമില്ല. ഈ രോഗിണിയായ ഭാര്യയെ ചികിത്സിക്കാനുള്ള പൈസ ആ പാവപ്പെട്ട കർഷകനില്ല. ഈ വനം വകുപ്പ് ഏറ്റെടുത്ത 70 സെന്റ് സ്ഥലത്തിന് ഒരു പൈസ അവർ കൊടുത്തിട്ടില്ല. ഇവര് വാടകയ്ക്ക് വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. നമ്മള് കത്തോലിക്ക കോൺഗ്രസും രൂപതയും ഒക്കെ അവരെ സഹായിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ വിവരം ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അന്ന് ഇവിടെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി തലശ്ശേരിയിൽ വന്നപ്പോൾ നേരിട്ട് ഈ കാര്യം പറയും. അദ്ദേഹം പറഞ്ഞു നോർത്തേൺ CCFനെ ഇത് അറിയിച്ചോ, ആ കാര്യം അവർ പരിഹരിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഈ ആള് അയച്ചു കൊടുത്ത പരാതിയുടെ കോപ്പിയാണ് ഈ കാണുന്നത്. അത് ശരിക്കും കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ വേണേ അത് അയച്ചു തരാം. ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല. ഈ DFOയോട് ഞാൻ പറഞ്ഞു, നോർത്തേൺ CCFനോട് പറഞ്ഞു. അവരൊക്കെ പറയുന്ന അച്ഛാ അത് അവിടെ എത്തിയിട്ടുണ്ട്, സെൻട്രലിൽ എത്തിയിട്ടുണ്ട്, മിനിസ്റ്ററുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്, പക്ഷെ അവർക്ക് പണമില്ല എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോറസ്റ്റുകാർ ഇത് ഏറ്റെടുത്ത് കാശ് തരുമെന്നൊക്കെ വെറും മൂഢസ്വപ്നമാണ് നമ്മളുടേത്. അവർ തരികയല്ല, നമ്മളെ നൂലാമാലകളിൽ പെടുത്തി കഷ്ടപ്പെടുത്തുകയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. എനിക്ക് പറയാനുള്ളത്, ഇത് ഈ വനം വകുപ്പ് അക്ഷരാർത്ഥത്തില് ജനങ്ങളുടെ ശത്രുപക്ഷത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട വകുപ്പുകളിൽ നിന്നുള്ള ദേവസ്യ സാറ് പറയുന്നത് കേട്ടു, ഇവരെ കാണുമ്പോൾ ആളുകൾക്ക് ഇവരെ അലർജിയാണ്. എന്തുകൊണ്ടാണ്? നമ്മളെ ശത്രുക്കളായിട്ട് കാണുന്നതാണ് അവര്. ഈ അതിർത്തിയിലുള്ള ശത്രു രാജ്യത്തിലെ പട്ടാളക്കാരെ നമ്മുടെ പട്ടാളക്കാരെ എപ്പോഴും സംശയദൃഷ്ടിയോടെയാണ് വീക്ഷിക്കുന്നത്. അവരിൽ നിന്ന് ആക്രമണം ഉണ്ടാവുമെന്ന് നമ്മൾ ഭയപ്പെടുകയാണ്. ഇതേ സ്ഥിതിയാണ് സത്യത്തില് ഇന്ന് കേരളത്തിന് സംജാതമായിരിക്കുന്നത്. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ ഇയാൾ നമുക്കെതിരെ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കിപ്പോ പേടിയാണ്. നല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്, അത് ഞാൻ തമസ്കരിച്ച് പറയുന്നില്ല. പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും അനുഭവം മറിച്ചാണ്. ഇന്ന് ഇവർ കൊണ്ടുവരാൻ പോകുന്ന ഈ വന നിയമങ്ങളുടെ പരിഷ്കരണം കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ സാധാരണക്കാരെ ഏത് സമയത്ത് എവിടെ വെച്ചും സംശയാസ്പദമായ രീതിയിൽ അവർക്ക് കസ്റ്റഡിയിലെടുക്കാം. അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ് അവർ കൊണ്ടുവരുന്നത്. നമ്മുടെ ഇവിടെയുള്ള എന്നാ പറയണ്ടേ, ക്രിമിനൽ നിയമങ്ങൾ അവരേറ്റെടുക്കുകയാണ്. എന്നതാ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞത്, CRPC അല്ലെ, CRPCയും മറ്റു നിയമങ്ങളും ഒക്കെ ഇപ്പം വനംവകുപ്പ് ഏറ്റെടുക്കാൻ പോവാ. അങ്ങനെയാണ് പിന്നെ ഇവിടെ എന്തിനാണ് പോലീസ്? ഇവിടെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്ന ഈ നാട്ടിൽ പോലീസ് സംവിധാനമില്ലേ? അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ വനപാലകരെ നിയമിച്ച പോലെ.
എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ സാധാരണക്കാരായ വനമേഖലയിൽ താമസിക്കുന്ന, മലയോര ഗ്രാമങ്ങളിൽ താമസിക്കുന്ന പൗരന്മാര്, അവിടെ ജാതി മതമൊന്നും അല്ല പ്രധാനം, സാധാരണ മനുഷ്യരാണ്. ഈ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാക്കി അവരെ ഈ പ്രദേശത്ത് നിന്ന് ബോധപൂർവ്വം അകറ്റാനുള്ള ഒരു പരിശ്രമം ഇതിന്റെ പിന്നിലുണ്ട്. ആരുടെയൊക്കെയോ കാർബൺ ഫണ്ടാകാം, മറ്റു ഫണ്ടാകാം, എനിക്ക് അറിഞ്ഞുകൂടാ. അത് കിട്ടാൻ വേണ്ടിയാണ് ഇവരിതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഞാൻ ബലമായി സംശയിക്കുന്നു. ഒരിക്കൽ ഞാൻ ഇവിടെ വെച്ച് തലശ്ശേരിയിൽ വെച്ച് ഈ വനം വകുപ്പ് മന്ത്രിയോട് നേരിട്ട് ചോദിച്ചതാണ്, ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ സാറിനോട് നേരിട്ട് ചോദിച്ചതാണ്, നമുക്ക് ഇവിടെ കേരളത്തില് ഇനി വനം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, വനവിസ്തീർണം? അദ്ദേഹം എന്നോട് പറഞ്ഞത്, അച്ഛാ ഒട്ടും വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല, ഏകദേശം 30% നമുക്ക് കേരളത്തിൽ വനമേഖലയുണ്ട്, അത് മതി എന്നാണ് പറഞ്ഞത്. അടുത്ത ചോദ്യമായിട്ട് ഞാൻ ചോദിച്ചു, നമുക്ക് കാർബൺ ഫണ്ട് കിട്ടുന്നുണ്ട്? അദ്ദേഹത്തിന് അതിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ സാധിച്ചില്ല. അദ്ദേഹം അവിടെ പതറിപ്പോയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പൊ എന്റെ സംശയം, ഇത് വളരെ ബോധപൂർവമാണ് ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇതുകൊണ്ട് വലിയ ഗുണം ആർക്കൊക്കെ ലഭിക്കുന്നുണ്ട്, അത് പാർട്ടികൾക്കാണോ വ്യക്തികൾക്കാണോ എനിക്കറിഞ്ഞുകൂടാ. ഈ ഫണ്ട് എവിടെയാണ് പോകുന്നത് നമ്മൾ അന്വേഷിക്കണം. കേന്ദ്രം ഇടപെട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ ഇന്ന് വി മുരളീധരൻ അദ്ദേഹം ഒരു കാര്യം പറയുന്ന സാഹചര്യം, ഒരു വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വനമന്ത്രിക്ക് സ്വന്തം കസേര നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം, കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസമല്ല, 2 ദിവസത്തെ ഒരു വാർത്തകൾ എടുത്ത് നോക്കിയപ്പോൾ തന്നെ ഇടുക്കി ചിന്നക്കനാലിൽ ആന ഇറങ്ങി, അതുപോലെ ഇടുക്കിയിൽ മറ്റപ്പള്ളിയിൽ ആന ഇറങ്ങി, ആതിരപ്പള്ളി വെറ്റിലപ്പാറ ഭാഗത്ത് ആന ഇറങ്ങി, അതുപോലെ വയനാട്ടിൽ ആന ഇറങ്ങി, അതുപോലെ തന്നെ എറണാകുളത്ത് നേര്യമംഗലത്ത് നീണ്ടപാറ മേഖലയിൽ കാട്ടാന ഇറങ്ങിയ സാഹചര്യം, തൃശ്ശൂർ പാലപ്പള്ളിയിൽ, അതുപോലെ പാലക്കാട് നെന്മാറ. എന്ന് വെച്ചാൽ ആനയെ അങ്ങ് തുറന്നു വിട്ടതുപോലെ എല്ലാ ഭാഗങ്ങളിലേക്കും ആന ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെറും ഏകദേശം എനിക്ക് തോന്നുന്നു 2 ദിവസത്തെ മാത്രം കണക്കായത് എന്ന്. ഇതിന് കൂടാതെ വേറെയുണ്ട് ജനവാസ മേഖലയിൽ ഇറങ്ങിയതിൻ്റെ കണക്കാണിത്. വേറെ കൃഷിസ്ഥലത്ത് ഇറങ്ങിയതൊക്കെ വേറെയുണ്ട്. അപ്പോൾ ഈ കൃഷിസ്ഥലം, വനയോര മേഖലയോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങൾ എല്ലാം ഏകദേശം പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് പോയിരിക്കുന്നു. അവിടെയെല്ലാം കുടിയേറ്റമുണ്ടായി, ഒരുപാട് വികസനത്തിന്റെ പാതയിലേക്ക് എത്തി, ഇന്ന് പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് പോയിരിക്കുകയാണ്. ആന കമുകും തെങ്ങും ഒക്കെ കുത്തിമറിച്ചിടുന്നത് പോലെയാണ് ആളുകളെ വളരെ സിമ്പിളായിട്ട് കുത്തിമറിച്ചിടുന്നത്. ഇങ്ങനെ പോകുന്ന ഒരു നാട്ടിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എത്രയോ പ്രതിഷേധങ്ങൾ നടത്തി, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവരെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോ ഈ ചോദിച്ചപ്പോ പറഞ്ഞല്ലോ, 2 ദിവസത്തെ പത്രം എടുത്ത് നോക്കിയപ്പോൾ വളരെയധികം വന്യജീവി ആക്രമണങ്ങളുടെ ചിത്രങ്ങൾ കിട്ടിയത്. യഥാർത്ഥത്തില് കേരളത്തിലെ ഒരു 15-20 വന്യജീവി ആക്രമണങ്ങളെങ്കിലും ഇല്ലാത്ത ഒരു ദിവസം പോലുമില്ല. എല്ലാ ദിവസവും, അത് തെക്ക് മുതൽ വടക്ക് വരെയുള്ള പത്രങ്ങൾ, പ്രാദേശികമായ വാർത്തകൾ വരുന്നുണ്ട്, നമ്മൾ അധികം വാർത്തകൾ അറിയുന്നില്ല. തെക്ക് മുതൽ വടക്ക് വരെയുള്ള പത്രം എടുത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, എല്ലാ ദിവസവും ആളുകൾക്ക് പരിക്ക് പറ്റുന്നുണ്ട്, ആളുകൾ ആശുപത്രിയിലാവുന്നുണ്ട്, അവരുടെ കൃഷിഭൂമിയും അവരുടെ വസ്തുവകകളും നശിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആളുകളെ കൊല്ലുമ്പോൾ മാത്രമാണ് അതൊരു വലിയ വാർത്തയായിട്ട് മാറുന്നത്. യഥാർത്ഥത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 430 പഞ്ചായത്തുകളാണ് വനവുമായി നമ്മുടെ അതിർത്തി പങ്കെടുത്തു. 16,840 കിലോമീറ്റർ നീളത്തിലാണ് വനാതിർത്തി ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നത്. ഇവിടെ ഈ വന്യജീവികൾ ഇതിലും എല്ലാ സ്ഥലത്തൂടെ ഇങ്ങനെ കൃഷിഭൂമികളിലേക്ക് ഇറങ്ങുകയാണ്. ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 കാലഘട്ടത്തിലുള്ളതിനേക്കാൾ കൂടുതൽ വനം ഇന്ന് വനംവകുപ്പിന്റെ കസ്റ്റഡിയിലുണ്ട്. അന്നുള്ളതിനേക്കാളും 2000 ചതുരശ്ര കിലോമീറ്റർ കൂടുതൽ വനം ഇപ്പോൾ വനംവകുപ്പിനുണ്ട്. അതായത് ഇവർ പറയുന്ന മുഴുവൻ നുണകളും വ്യാജ കള്ളക്കണക്കുകളുമാണ് വനംവകുപ്പിന്റെ ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരുടെ പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളെ ജനവാസ മേഖലകളിൽ നിന്ന് ഓടിക്കുക, വനത്തിന്റെ വിസ്തൃതി ഇനിയും കൂടുതലായിട്ട് കാണിക്കുക, അതിനുപേരിൽ കൂടുതൽ ആളുകൾക്ക് പോസ്റ്റിംഗ് കിട്ടും, കൂടുതൽ പ്രൊമോഷൻ കിട്ടും, അതുപോലെ ക്രിട്ടിക്കൽ എക്കോസിസ്റ്റം പാർട്ട്ണർഷിപ്പ് ഫണ്ട് പോലെയും അതുപോലെ ഗ്രീൻ ഇന്ത്യ മിഷൻ പോലെയുമുള്ള വിദേശ ഫണ്ടുകളിൽ നിന്നുള്ള വിഹിതം കൂടുതൽ കിട്ടും. ആ കിട്ടുന്ന വിഹിതമെല്ലാം ഇവർക്ക് മറ്റാരും ചോദിക്കാനില്ലാത്ത രീതിയിൽ, ഓഡിറ്റിങ്ങിന് പോലും വിധേയമാക്കേണ്ടാത്ത രീതിയിൽ അത് ചെലവഴിക്കാനായിട്ട് പറ്റും. ആനയ്ക്ക് കുളിക്കാനായിട്ട് കുളം ഉണ്ടാക്കുന്നു, ആനയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് കുളം ഉണ്ടാക്കുന്നു തുടങ്ങിയുള്ള ഒത്തിരി വകുപ്പുകളിൽ, അതുപോലെ വർഷം തോറും തൈ നട്ടിട്ട് വർഷം തോറും കത്തിക്കുന്ന രീതിയിൽ ഇഷ്ടംപോലെ പണം ഇവരിങ്ങനെ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആലുവ മൂന്നാർ റോഡിലേക്ക് ആളുകളെ കടത്തിവിടുന്നില്ല. എന്താ കാര്യം?
പഴയ ആലുവ മൂന്നാർ റോഡിലൂടെ ആളുകൾ പോകുമ്പോൾ കാണും വനത്തിന്റെ അവസ്ഥ. അപ്പൊ വനത്തിന്റെ അവസ്ഥ കാണുമ്പോൾ അത് വനംവകുപ്പിന് ക്ഷീണമാണ്. അതുകൊണ്ട് അവരുടെ കള്ളത്തരങ്ങളും അവരുടെ കൊള്ളത്തരങ്ങളും പുറത്ത് കാണിക്കാതിരിക്കാനാണ് അവർ ആൾക്കാരെ അതിന്റെ അകത്തേക്ക് കടത്താതിരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ കുടിയിറക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മേഖലയിൽ നിന്നും ഓടിപ്പിക്കുക. ഈ ഓടിക്കുന്നതിനുള്ള 2-3 മാർഗങ്ങളുണ്ട്. അതിലൊന്ന്, ഒരു പ്രദേശത്ത് ജനങ്ങൾ ജീവിക്കണമെങ്കിൽ അവർക്ക് അവിടെ സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകണം, സുരക്ഷിതത്വ ബോധം ഉണ്ടാകണം. രണ്ടാമത്, അവർക്ക് പ്രോഗ്രസ് ചെയ്യാം, അവർക്ക് വളർച്ച ഉണ്ടാകും എന്ന ഭാവിയെ സംബന്ധിച്ചൊരു പ്രതീക്ഷ അവർക്കുണ്ടാകണം. മൂന്നാമത്, അവർക്ക് അവിടെ അവരുടെ തൊഴിലെടുക്കുന്നതിനും വിദ്യാഭ്യാസം ചെയ്യുന്നതിനും അതുപോലെ എന്റർടൈൻമെന്റ് വിനോദത്തിനും അതുപോലെ സാമൂഹ്യ ജീവിതത്തിനും സോഷ്യൽ സെക്യൂരിറ്റി സാമൂഹ്യ ജീവിതത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. വനംവകുപ്പുകാർ എന്താ ചെയ്യുന്നത്? ഈ അടിസ്ഥാന ഘടകങ്ങൾ അവര് വനമേഖലയിൽ ജീവിക്കുന്നവർക്ക് നിഷേധിക്കുകയാണ്. അവിടെ കൃഷി സാധ്യമല്ല, സാമ്പത്തികമായ വളർച്ച സാധ്യമല്ല, വരുമാനം ഉണ്ടാകുന്നില്ല. അവിടെ വ്യവസായങ്ങളോ ചെറുകിട വ്യവസായങ്ങളോ സാമ്പത്തിക വളർച്ച ഉണ്ടാകാവുന്ന കാര്യങ്ങളോ പുതിയ തൊഴിലിടത്തിനോ സാധ്യതയില്ല. അപ്പൊ അവർക്ക് ഒരിക്കലും വളർച്ച ഉണ്ടാവില്ല. അവരെ പേടിപ്പിക്കുകയാണ്. വന്യജീവികളും പേടിപ്പിക്കുന്നു, ഫോറസ്റ്റുകാരും പേടിപ്പിക്കുന്നു. ഒരു വഴിക്ക് വന്യജീവികൾ പേടിപ്പിക്കുന്നു, മറുവശം നിയമം പറഞ്ഞും പേടിപ്പിക്കുന്നു. അപ്പൊ ആളുകൾക്ക് അവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കാനായിട്ട് പറ്റില്ല. അവിടെ ജീവിക്കുന്നവർ മുഴുവൻ ഭീതിയുടെ നിഴലിലാണ്. കഴിഞ്ഞ തലമുറയും ഇപ്പൊ ജീവിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവര് ഭീതിയുടെ നിഴലിലാണ്. അവർക്ക് സാമൂഹ്യമായ കൂടിച്ചേരലുകളോ അല്ലെങ്കിൽ വിനോദങ്ങളോ ഇതിനൊന്നും ഒരു സാധ്യതയില്ല. കാരണം സന്ധ്യ ആവുമ്പോൾ വീട്ടിൽ കഴിയില്ലെങ്കിൽ ഏതിലൂടെയാണ് ഏത് വന്യജീവിയാണ് വന്ന് അവരെ ആക്രമിക്കാൻ അറിയില്ല. അപ്പൊ ഏറ്റവും മനഃശാസ്ത്രപരമായി വളരെ ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതി ഇട്ടുള്ള ഒരു പരിപാടിയാണ് വനംവകുപ്പ് കാണിക്കുന്നത്, ജനങ്ങളെ ഈ മേഖലയിൽ നിന്ന് കുടിയിറക്കാന്നുള്ളത്. അത് എത്ര മേഖലയാണെന്ന് നോക്കണം. ഞങ്ങള് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലും അതുപോലെ മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിലും ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട പ്രദേശത്തിന്റെ ഒരു കണക്കെടുത്തു. ഏതാണ്ട് 3000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് വന്യജീവി ആക്രമണം കാരണം കൃഷി ചെയ്യാൻ പറ്റാതെ വന്നത്. 3000 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 ലക്ഷം ഹെക്ടർ ആണ്, അല്ലെങ്കിൽ ഏകദേശം 7.5 ലക്ഷം ഏക്കർ സ്ഥലമാണ്. കേരളത്തിന്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് ഏതാണ്ട് 97 ലക്ഷം ഹെക്ടർ മാത്രമേ ഉള്ളൂ. അതിന്റെ അകത്തുനിന്ന് ഏതാണ്ട് ഒരു 10-11 സ്ഥലം ഈ വന്യജീവി മേഖലയിൽ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. എത്രയോ ആളുകൾക്കാണ് അതുകൊണ്ട് തൊഴിലില്ലാതെ പോകുന്നത്, അവർക്ക് ജീവിക്കാൻ പറ്റാതെ വരുന്നു. ഇതാണ് അതിന്റെ ഒരു വശം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു മറുവശം, ഇവർ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും നിയമമുണ്ടോ എന്നുള്ളതാണ്. ഇവർ ചെയ്യുന്നത് അന്തർദേശീയ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം റിയോ ഡി ജനീറോ സമ്മിറ്റ് 1992 ആ സമ്മിറ്റിൽ വെച്ചും അതിനു മുമ്പും UN പ്രോട്ടോകോൾസ് ഉണ്ടായിട്ടുണ്ട്. UN പ്രോട്ടോകോളിൽ 23 ഐറ്റം ഉണ്ട്. ആ 23 ഐറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് അത് നടത്തുന്ന പ്രദേശത്തെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടും അവരുടെ അറിവോടും അവരുടെ സമൂഹത്തോടും അവരുടെ സാമ്പത്തിക വളർച്ചയും തൊഴിലും ഒന്നും തകരാറുണ്ടാകാത്ത രീതിയിലുമായിരിക്കണം എന്നുള്ളതാണ്. ആധുനിക കാലഘട്ടം നിഷ്കർഷിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ലഭ്യമാക്കണം. വിദ്യാഭ്യാസം, തൊഴിൽ, വിനോദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാകണം. ജനപങ്കാളിത്തത്തോടെയും ജനങ്ങളുടെ സുസ്ഥിതി ഉറപ്പുവരുത്തിക്കൊണ്ടും വേണം പരിസ്ഥിതി സംരക്ഷണം നടത്താൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ആ തരത്തിലുള്ള പരിസ്ഥിതി സംരക്ഷണമല്ല നടക്കുന്നത്. ഇത് UN പ്രോട്ടോകോളിനെതിരായിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണമാണ്. ഇത് മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണമാണ് ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യജീവി സംരക്ഷണമാണെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇവർക്കുള്ളത്. യഥാർത്ഥത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഘടകം മാത്രമാണ് വന്യജീവികൾ. അതിനകത്ത് മറ്റനേകം ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെ ഒന്നും പരിഗണിക്കാതെ വന്യജീവികളെ ഇഷ്ടംപോലെ വളരാൻ അനുവദിക്കുന്നതാണ് പരിസ്ഥിതി സംരക്ഷണം അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണം എന്ന് ആരോ ഇവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നൊന്നുമല്ല, ഇവർക്കറിയാം ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. പക്ഷെ അവര് അതിന് അവസരം കൊടുക്കുന്നില്ല. അതിന് പകരം ഈ വന്യജീവികളെ ഇറക്കി വിട്ടിട്ട് അതിന് പേര് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അവിടുന്ന് ഓടിക്കാനായിട്ടാണ് നോക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, മാധവ് ഗാഡ്ഗിൽ അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ ഒന്നിലധികം തവണ കേരളത്തിൽ വന്നപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞു, കേരളത്തെ വനം എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ റിസോഴ്സ് ആയിട്ട് കണക്കാക്കണം. നമ്മളിവിടെ കഴിഞ്ഞ 10-50 വർഷമായി 1980-കൾക്ക് ശേഷമുള്ള 10-40 വർഷമായിട്ടുള്ള ശക്തമായ പ്രകൃതി സംരക്ഷണം നടത്തുന്നുണ്ട്. ഈ ഇത്രയും ശക്തമായി നടത്തുന്ന പ്രകൃതി സംരക്ഷണത്തിന്റെ ഫലങ്ങൾ ഹാർവെസ്റ്റ് ചെയ്യേണ്ട സമയമായിരിക്കാണിത്. ആ ഹാർവെസ്റ്റിംഗിന്റെ അകത്ത് വന്യജീവികളെ വേട്ടയാടുന്നുണ്ട്, വന്യജീവികളുടെ ഭക്ഷണം ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് വനവിഭവങ്ങൾ ഉപയോഗിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള ക്രമാതീതമായി പെറ്റുപെരുകുന്ന മാനുകൾ ഉൾപ്പെടെ ക്രമാതീതമായി പെറ്റുപെരുകുന്ന മൃഗങ്ങളെ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഭക്ഷണത്തിന് ആയിട്ട് വിട്ടുകൊടുത്താൽ അതുകൊണ്ട് കാടിന് ഗുണമേ ഉള്ളൂ, നാടിന് ഗുണമേ ഉള്ളൂ എന്ന് ഈ മാധവ് ഗാഡ്ഗിലിനെക്കാളും വലിയ പരിസ്ഥിതി പ്രവർത്തകർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹമാണല്ലോ ഏറ്റവും ശക്തമായ രീതിയിൽ നിലപാടുകൾ എടുത്തിട്ടുള്ള ആള്. അദ്ദേഹം പോലും പറയുന്നത് ഇത് ചെയ്യണമെന്നാണ്. പക്ഷെ ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്ന വന്യജീവികളെ ഇഷ്ടംപോലെ തുറന്നു വിടാനായിട്ടാണ് ഇവര് ശ്രമിക്കുന്നത്. അത് നിയമവിരുദ്ധവും പ്രകൃതി വിരുദ്ധവും പരിസ്ഥിതി വിരുദ്ധവുമാണ്. വന്യജീവികളെ തുരത്തണം. വന്യജീവികളുടെ ഏറ്റവും വലിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പേടിയുണ്ടെങ്കിൽ അവർ വിട്ടുപോകും.
എവിടെ നോക്കിക്കൊള്ളുക. മൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത്. അത് ചരിത്രാതീത കാലം മുതൽ, മനുഷ്യൻ കാട്ടി ജീവിച്ചിരുന്ന കാലം മുതൽ മനുഷ്യന്റെ സെറ്റിൽമെന്റിലേക്ക് മൃഗങ്ങൾ വരുമ്പോൾ അവരെ അവിടുന്ന് പേടിപ്പിച്ചോടിക്കും. അത് ചെണ്ട കുട്ടിയാകാം, പന്ത് എറിഞ്ഞാകാം, അല്ലെങ്കിൽ കല്ലെറിഞ്ഞിട്ടാകാം, ഏതെങ്കിലുമൊക്കെ തരത്തിലാകാം. ഇപ്പോള് വന്യജീവികൾക്ക് അറിയാം ഞങ്ങളെ ഒന്നും ചെയ്യുമല്ലെന്ന്. അതുകൊണ്ടാണ് പട്ടാ പകല് പോലും നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പോലും നമ്മുടെ പുരയിടത്തിൽ വന്ന് ഈ വസ്തുക്കൾ തിന്നുന്നത്. ഒരു 10-50 വർഷം മുമ്പുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും ഒരു കാലത്ത് മനുഷ്യൻ നിൽക്കുന്നിടത്ത് ഇവർ വന്ന് ഈ വന്യജീവികളൊന്നും തിന്നില്ല. മനുഷ്യനെ കാണുമ്പോൾ അവർ വിട്ടുപോകുമായിരുന്നു. കാരണം മനുഷ്യനെ അവർക്ക് പേടിയായിരുന്നു. ഇപ്പൊ ആ പേടി പോയി. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ നടക്കുന്ന യഥാർത്ഥത്തിൽ പരിസ്ഥിതി സംരക്ഷണവുമല്ല, പ്രകൃതി സംരക്ഷണവുമല്ല, ഇത് ക്രിട്ടിക്കൽ എക്കോസിസ്റ്റം പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നും, അതുപോലെ ഗ്രീൻ ഇന്ത്യ മിഷനിൽ നിന്നും, അതുപോലെ തന്നെ കാർബൺ ഫണ്ടിൽ നിന്നും മറ്റു തലങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും ഫണ്ട് വാങ്ങിയെടുക്കുന്നതിനും വനത്തിന്റെ വിസ്തൃതി കൂടുതൽ കാണിക്കുന്നു എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കേരളത്തിൽ 75 IFSകാരാണുള്ളത്. കേരളത്തിന്റെ അകത്ത് IFS ഉള്ള ആൾക്കാർ 75 പേരുണ്ട്. 75 IASകാർ നമുക്ക് ഇവിടെ ഇല്ലെന്ന് നമ്മൾ ഓർക്കണം. ഇത്രയും IFSകാരുടെ ആവശ്യം ഇവിടെയില്ല. പക്ഷെ ഇവർ വനത്തിന്റെ വിസ്തൃതി ഉയർത്തി കാണിക്കുന്നു, പല പല വകുപ്പുകളിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഒത്തിരി DFOമാര്, ഒത്തിരി ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാരെ ഒക്കെ ഇവർ നിയമിച്ച് ഇതൊരു വലിയ വെള്ളാനയായി ഈ ജനത്തെ കുത്തിപ്പിഴിയുന്നുള്ള ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ ശബ്ദിക്കേണ്ടത് ഇവിടുത്തെ ജനപ്രതിനിധികളാണ്, ഇവിടുത്തെ MLAമാരും ഇവിടുത്തെ മന്ത്രിമാരും. ജനങ്ങളുടെ നോട്ട് മേടിച്ച് നിയമസഭയിൽ പോയിരിക്കുന്ന MLAമാർ എന്ത് ചെയ്യാനാണ് അവിടെ പോയിരിക്കുന്നത്? അവർക്കറിയാമല്ലോ ഈ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ. കേരളത്തിലെ ജനങ്ങളുടെ പ്രതിസന്ധി അവർക്കറിയാം. ഇവിടെ വന്യജീവികൾ ആക്രമണം ഉണ്ടാകുന്നു അറിയാം. എത്ര MLAമാർ അതിനകത്ത് നിലപാടെടുത്തിട്ടുണ്ട്, ഗവൺമെന്റിനെ കൊണ്ട് നിയമം ഉണ്ടാക്കിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടിയിരിക്കുന്നത് MLAമാരുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഇടപെടലാണ്. അത് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങളും ഇതിനകത്ത് ആവശ്യമായിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ MLAമാര് നിഷ്ക്രിയരായി നിൽക്കുന്നതുകൊണ്ട് വേണം വാസ്തവത്തിൽ കേരളം ഇത്രയും ദുരിതത്തിലേക്ക് പോയത്. 140 ആളുകൾ അവിടെയുണ്ട്. ഇത് 430 പഞ്ചായത്തുകൾ ആണ് ഈ മേഖലയിൽ ഉൾപ്പെടുന്നത്. ഈ MLAമാരിൽ ഒരു 40-50 പേരെങ്കിലും ഈ മലയോര മേഖലയിലുള്ളവരാണ്. അവർക്കറിയാം ഈ ജനത്തിന്റെ ദുരിതമൊക്കെ. അവരെന്തുകൊണ്ട് നിശബ്ദരാകുന്നു? അവരുടെ പാർട്ടി അമ്മമാരുടെ പിന്നിൽ, അവരുടെ നേതാക്കന്മാരുടെ പിന്നിൽ അവർക്ക് തലയോർത്ത് നട്ടത്തോടുകൂടി ജനകീയ പ്രശ്നം പറയാനുള്ള തന്റെ ഇടം അവർക്കില്ല. ഇതാണ് പ്രശ്നം. ഈ ഒരു പ്രശ്നത്തിലാണ് നമ്മൾ പരിഹാരം ഉണ്ടാക്കേണ്ടത്. അഡ്വക്കേറ്റ് ദേവസ്യ ചാക്കോ, നമുക്കറിയാം ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പല സ്ഥലങ്ങളിൽ ഇപ്പം ആനയുടെ ആക്രമണത്തിൽ, കടുവയുടെ ആക്രമണത്തിൽ, അങ്ങനെ മൃഗ ആക്രമണം നടന്ന സ്ഥലങ്ങൾ, ആ പ്രദേശത്ത് ഫെൻസിങ് അടക്കമുള്ള, സോളാർ അടക്കമുള്ള അങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മൃഗങ്ങളെ കാട്ടിൽ നിർത്താൻ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. പല രാജ്യങ്ങളിലും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് രീതികൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇത് ഒന്നും ചെയ്യുന്നില്ല. നമുക്കറിയാം, ഏറ്റവും നിസ്സാരമായിട്ട് നമുക്കൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ കടന്നു കയറുന്ന സാഹചര്യമുണ്ടായി, അവിടെ ആക്രമണം നടത്തുന്ന സാഹചര്യമുണ്ടായി. അന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ അവർ ആവശ്യപ്പെടുമ്പോൾ അവർ ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ അവർ ചെയ്തത്, എവിടെയെങ്കിലും ഒരു ആക്രമണം നടത്തും, അവിടെ അല്പം ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ പേടിക്കുന്ന സാഹചര്യം ഉണ്ടാവും, അവർ കൂട്ടത്തോടെ ആ ഭാഗങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പല സ്ഥലങ്ങളിലും മൃഗങ്ങൾ ആക്രമിച്ച് മരണം സംഭവിക്കുന്നു. അപ്പോൾ ജനങ്ങളോട് പല രീതിയിൽ, പല റിപ്പോർട്ടുകളിലൂടെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു, ബഫർ സോണുകളിലൂടെ ആവശ്യപ്പെട്ടു, ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിൽ മരണം സംഭവിക്കുന്നു, ആളുകൾ പല സ്ഥലങ്ങളിലും ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് അങ്ങ് അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ കാടുകളുടെ സൈഡിൽ ചെയ്യുന്നില്ല, ഫണ്ടുണ്ട്, ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമുക്കങ്ങ് വെറുതെ സംഭവിക്കുന്നതാണ്, ആരെങ്കിലും നിരുത്തരവാദപരമായി ചെയ്യുന്നതാണ് എന്ന് അങ്ങ് പറഞ്ഞു വെക്കാൻ കഴിയുമോ? ഇതൊക്കെ ഒരു ആസൂത്രിതമായ കാര്യമാണെന്ന് തന്നെയല്ലേ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് തോന്നുകയുള്ളൂ. ശരിയാണ്, പറഞ്ഞത് മുഴുവൻ ശരിയാണ്. നമ്മുടെ ഒഴിയിൽ പറഞ്ഞതും അച്ഛൻ പറഞ്ഞതും സാർ പറഞ്ഞതും എല്ലാം കറക്റ്റാണ്. ഞാൻ കൂടുതൽ നിയമം പറയുന്നില്ല. നിയമം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിടത്തും എത്തത്തില്ല. പിന്നെ ഒരു മനുഷ്യ പ്രകൃതി അനുസരിച്ച് ഞാനൊരു വനമേഖല താമസിക്കുന്ന ആളെന്ന് വെച്ചോണ്ട് ഞാൻ പറയാം. നമ്മുടെ കൊടിയേരി സഖാവ് ഉണ്ടായിരുന്നു, മരിച്ചുപോയി. സഖാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പാടത്ത് പണിതാൽ വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞതുപോലെ ഈ ഫോറസ്റ്റിൽ നിന്ന് ഒരു വന്യമൃഗങ്ങൾ, കുരങ്ങായിക്കോട്ടെ, അണ്ണാനായിക്കോട്ടെ, പന്നി ആയിക്കോട്ടെ, എലി ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, കടുവ ആയിക്കോട്ടെ, ആന ആയിക്കോട്ടെ, അവൻ കയറിയ വരമ്പത്ത് തന്നെ കൊടുക്കണം. വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അന്ന് നമ്മുടെ കൊടിയേരി സഖാവ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തട്ടിക്കളയെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കൃഷി സ്ഥലത്തോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ പൂശാനുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. അത് തമിഴ്നാട്ടില്
ഇഷ്ടം പോലെ ഫോറസ്റ്റ് ഏരിയ കിടപ്പില്ലേ, കർണാടകത്തിൽ കിടപ്പില്ലേ, ആസാമിൽ കിടപ്പില്ലേ, നമ്മുടെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം കിടപ്പില്ലേ, മേഘാലയ കിടപ്പില്ലേ. എന്റെ സുഹൃത്തിയുടെ മേഘാലയ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുന്ന് ഒരു ഫ്രിഡ്ജിൽ നിന്ന് ഒരു സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോ എന്നായിരുന്നു വെച്ച് കഴിഞ്ഞാൽ തുമ്പിക്കൈ ആയിരുന്നു പറഞ്ഞ. അവിടെ ആനയുടെ തുമ്പിക്കൈ വരെ ശാപ്പടിക്കുക. തമിഴ്നാട്ടിൽ ഒരു ആന കയറി കഴിഞ്ഞാൽ അപ്പോഴേ പോലും ഒരു ഒറ്റ ഫോറസ്റ്റ് ജീവനക്കാർ ആ ഭാഗത്തോട്ട് വരികയില്ല. വെടിക്ക് വെടി, അടിക്ക് അടി, ഇടിക്കിടി, തൊഴിക്ക് തൊഴി. അതേ രീതിയിൽ ഇനി കൃഷിക്കാർ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ശരിയാകുള്ളൂ. പിതാവ് ഒരു കാര്യം പറഞ്ഞു, അതിന്റെ കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം അത് പ്രതികരിച്ചു. ആ പ്രതികരണമാണ് കോതമംഗലത്ത് കണ്ടത്. അതിനകത്ത് രാഷ്ട്രീയമോ മതമോ ജാതിയോ വിദ്വേഷമോ ഒന്നുമില്ലായിരുന്നു. ആൾക്കാർ കൂടിയല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടായിരുന്നല്ലോ, എല്ലാ മതസ്ഥരും ഉണ്ടായിരുന്നല്ലോ. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ജീവിക്കാൻ മേലെന്നായി. 1.5 കോടി ജനങ്ങൾ മലയോര ജനതയെ ആശ്രയിച്ചാണ് ഇവിടെ ബാക്കിയുള്ള ആൾക്കാർ ജീവിക്കുന്നത്. അവരുണ്ടാക്കുന്ന വാഴക്കൊലയും തേങ്ങാക്കൊലയും ചക്കയും മാങ്ങായും നിന്നാണ് എറണാകുളത്തുള്ള ഞാൻ വരെ കഴിക്കുന്നത്. അപ്പം ഇതില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇമാർ ഈ ഫ്ലാറ്റിൽ കിടന്നും ഇവിടെ AC ഇരുന്ന് പ്രകൃതി വാദം പറയുന്നവർ അനുസരിക്കും. ഇതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്. ഞാൻ വക്കീലായതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ചോദിക്കും വക്കീലിന് തന്നെ കോടതിയിൽ ഇത് കേസ് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ശരിയാകലെന്ന്. ഇതൊക്കെ അതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല കണ്ടംപ്റ്റ് കോർട്ടും പല വിഷയങ്ങളും ഉണ്ടാകും. എങ്കിലും ഞാൻ പറഞ്ഞു പോവുക, കോടതിയിൽ ഫോറസ്റ്റുകാര് എന്ന് പറഞ്ഞാൽ അതൊരു അധോലോകമാണ്. അവരുടെ കാശുണ്ട്, പ്രസ്ഥാനമുണ്ട്. ഒരു കൃഷിക്കാരനെയും ഒരു അസോസിയേഷനെയും കക്ഷിയാക്കി കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഹൈക്കോടതി കൊണ്ടുവന്ന് ഒരു വക്കാലത്ത് കൊടുത്ത സമയത്ത് തർക്കം ഫയൽ ചെയ്ത് അതിൽ നിന്ന് ഊരാൻ പറ്റത്തില്ല. എക്സ്പയറി ആയിട്ടും അല്ലാതെ ഇവര് കേസിനകത്ത് വിധി സമ്പാദിക്കും. ഈ ഫോറസ്റ്റുകാർക്ക് ഒരു കാരണവശാലും കേസ് ജയിക്കാനും തോന്നിക്കഴിഞ്ഞാല്, ഈയിടെ എന്റെ കേസിനകത്ത് സംഭവിച്ചത് മലയോര ഹൈവേയുടെ കേസിനകത്തും അതുപോലെ തന്നെ ഓൾഡ് ആലുവ മൂന്നാർ റോഡ് കേസിനകത്തും കേസ് ജയിക്കും. അവർ ഒരു കാരണവശാലും ജയിക്കാലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ ചെയ്തത് നേച്ചർ ലവേഴ്സ് എന്ന് പറഞ്ഞ തൃശ്ശൂരുള്ള നമുക്ക് പട്ടയം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം കേസ് നടത്തി സുപ്രീം കോടതിയിൽ നിന്ന് പട്ടയം തന്ന ഒരു കേസുണ്ടല്ലോ, അവരെ കൊണ്ടുവന്ന് കക്ഷി ചേർത്ത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതുകൊണ്ട് പ്രകൃതി മുഴുവൻ ഇടിഞ്ഞു പോകുമെന്ന് പറയാം. അപ്പൊ കോടതി, ബഹുമാനപ്പെട്ട കോടതികൾ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ പ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംരക്ഷിക്കണ്ടേ, സംരക്ഷിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമില്ലേ എന്നുള്ള ഒരു തോന്നൽ വരിക. ഇപ്പൊ മനുഷ്യൻ ആരെയും ഏതെങ്കിലും കൃഷിക്കാരൻ ഒരു മരം ഒരു പ്ലാവ് വെച്ച് വിടുന്നുണ്ടോളൂ, പ്ലാവ് വെട്ടാൻ അനുവദിക്കല, ആഞ്ഞിലി വെട്ടാൻ അനുവദിക്കത്തില്ല. എന്തൊരു നിയമ ഇതൊക്കെ! ഇവിടെയുള്ള നിയമസഭാ അംഗങ്ങൾക്കും മറ്റു ആൾക്കാർക്ക് അറിയാൻ മേല. ഇന്ന് KC ജോസഫ് പറഞ്ഞ പോലെ ഒന്നാം തരം കരിനിയമം ഇത്ര 19-20 മന്ത്രിമാർ നിൽക്കുമ്പോഴാണ് ആ ക്യാബിനറ്റ് വെച്ച് പാസ്സാക്കിയിട്ട് വിട്ടതാണ്. ഇത് എങ്ങോട്ട് വിട്ടു? ഗസറ്റ് നോട്ടിഫിക്കേഷൻ വിട്ടത്. ഇവന്മാര് നമ്മളെ ജയിപ്പിച്ച് വിട്ട ഈ മന്ത്രിമാരെന്നെ ചെള്ളു പെറുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. നമ്മുടെ MLA മാർ, ഈ പ്രതിപക്ഷത്തിരിക്കുന്ന MLA മാരുണ്ടല്ലോ, എനിക്ക് കോൺഗ്രസ് എന്നോ BJP എന്നോ CPM എന്നൊന്നും വ്യത്യാസമില്ല. ഇവന്മാരെവിടെ ഇരിക്കുക? ഇവന്മാരാരും പ്രതികരിച്ചു കണ്ടില്ലല്ലോ. ഇത് ഞാൻ അറിയാതെ പറഞ്ഞു പോവുക. ഇത് പള്ളിയച്ചന്മാരുടെ കാര്യമൊന്നുമല്ല, സക്കീന TVയുടെ കാര്യമല്ല. ഇതിനകത്ത് ക്രിസ്ത്യാനി ഉണ്ടായിരുന്നെല്ലാം വിദേശത്ത് കാനഡയിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും കൈപ്പറ്റി. ഇപ്പൊ കൂടുതലും അന്യ മതസ്ഥരായ ഹിന്ദുക്കളും മുസ്ലിംസും അതുപോലുള്ള ആൾക്കാരുടെ കയ്യിലാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ ഇരിക്കുന്നത്. ഇപ്പൊ കാഞ്ഞിരപ്പള്ളി അതുപോലുള്ള സ്ഥലത്തെല്ലാം മുസ്ലിംസ് ആണ് ഇപ്പൊ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം മേടിച്ച്. ഞാൻ ജാതി പറഞ്ഞതല്ല. അതുകൊണ്ട് ഈ സമുദായത്തിന്റെ, ഈ സമൂഹത്തിന്റെ ഒരു വിഷയമായിട്ട് എല്ലാവർക്കും ശാപ്പാട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിയമം ഉണ്ടാക്കണം. ഇവന്മാര് കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് കാണിച്ചതുപോലെ അടിക്കടി ഇടിക്കിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ മുഖ്യമന്ത്രിക്ക് എഴുതാറായല്ലോ. എന്നാ എഴുതുക? ഇത് പാസ്സാക്കലെന്ന്. ഈ കരിനിയമം പാസ്സാക്കലെന്ന് എഴുതല്ലോ. ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരൊറ്റ കാര്യം എനിക്ക് മന്ത്രി പറഞ്ഞ ഒരു കാര്യം ഓർത്തത്. ഞാൻ മന്ത്രിയെ പറ്റി കുറ്റമൊന്നും പറയുന്നില്ല. ഈ പ്രായം ചെന്ന ചെറുപ്പക്കാര് പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിച്ചാകട്ടെ. ഇപ്പൊ എന്റെയും പ്രായം പോയി, എന്നെങ്കിലും പറയാൻ ചിലപ്പോൾ അറിയാമായിരിക്കും. അപ്പൊ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ ഇതിന്റെ പ്രവർത്തനം രംഗത്തോട്ടെ. പുള്ളി പറഞ്ഞതാ ഇത് ഫോറസ്റ്റ് റോഡിൽ വെച്ചാ ഉണ്ടായിരുന്നത്. ഫോറസ്റ്റ് റോഡ് എന്ന് വെച്ചാൽ ഫോറസ്റ്റിന്റെ ആണോ? അല്ലല്ലോ. 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് അനുസരിച്ചുകൊണ്ട് ഫോറസ്റ്റിൽ കൂടെ പോകുന്ന റോഡ് ആർക്കും ഉപയോഗിക്കാം. അതിന് നിയമമുള്ളതാ. അതുപോലെ തന്നെ 95 ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് നിയമം ഭേദഗതിയും ചെയ്തു 2023. സെൻട്രൽ ആക്ടിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ ഇപ്പൊ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ചോദിക്കാനും പറയാനും പ്രതിപക്ഷത്തും ഒരാളില്ല എന്ന് പറഞ്ഞ് എന്നാ ഇടപാടിരിക്കുന്നത്? ഇവിടെ പ്രതിപക്ഷ നേതാവില്ലേ, VD സതീശനില്ലേ, പുള്ളി ചോദിച്ചായിട്ട് കണ്ടില്ല. എന്നാ എനിക്ക് ജോസ് കെ മണിയോട് താല്പര്യം ഉണ്ടായിട്ട് പറഞ്ഞില്ല. എന്നാ ജോസ് കെ മണി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതായിട്ട് ഞാൻ ഇതിനകത്ത് കണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. ഇവിടെ ഇത്രയും MLA മാരും മറ്റു ഈ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്തിനാ? അപ്പൊ അതുകൊണ്ട് നമ്മള് 1 കോടി മിച്ചമുള്ള കൃഷിക്കാര്, 1.5 കോടിയുള്ള കൃഷിക്കാര് തീരുമാനിക്കുന്നു. നമ്മൾ നിയമം ഉണ്ടാക്കും, നമ്മൾ പറയും
ഇവന്മാര് ഈ ഫോറസ്റ്റ് ഏറ്റവും വലിയ ഓഫീസർമാരെ എവിടുന്നാ വരുന്നത്? ബീഹാറിൽ നിന്നും UP നിന്നും മറ്റുമാണ് വരുന്നത്. ഇവന്മാര് എന്താ ഇങ്ങോട്ട് വരുന്നത്, പ്രിഫർ ചെയ്ത് വരുന്നത്? അതിന്റെ കാരണം വെച്ചാൽ ഇവന്മാർക്ക് വേറെ ഒരിടത്തും പോയി കഴിഞ്ഞാൽ 4 നേരം കുളിക്കാനുള്ള വെള്ളം കിട്ടത്തില്ല. കേരളത്തിലാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇവന്മാര് പറയുന്നത് അനുസരിച്ചാണ് ഈ കേരളത്തിലെ ഞാൻ പറഞ്ഞു പോവുക നമ്മുടെ കോഞ്ഞാണ്ടന്മാരായ ഫോറസ്റ്റ് ജീവനക്കാരെ ചെയ്യുന്ന പരിപാടിയൊക്കെ. അതുകൊണ്ട് ഈ പണി ഈ കഴിഞ്ഞ ദിവസം ഗോതമ്പങ്ങൾ നടന്നാൽ അടിക്കടി ഇടിക്കടി തൊഴിക്ക് തൊഴി അതേ രീതി നിന്ന് കഴിഞ്ഞാൽ കൃഷിക്കാരൻ രക്ഷപ്പെടും. ഇല്ലാതെ ഈ രാഷ്ട്രീയക്കാരുടെ ഏരിയ രക്ഷപ്പെടുകയല്ല. ഇവന്മാർക്കും ബോധമില്ലാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളെ അകത്താക്കണേ ആക്കട്ടെ, നമ്മളെ കൊല്ലുവാണെ കൊല്ലട്ടെ. ഒന്നുപോലെ ആയല്ലേ ഇപ്പം, മൃഗങ്ങളെ കൊല്ലുകല്ലേ, പിന്നെ ഇവന്മാര് കൊല്ലട്ടെ. ഫാദർ ഫിലിപ്പ് കവിയിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അടിക്കടി ഇടിക്കിടി നമ്മൾ വിദ്യാഭ്യാസമുള്ളവരും സംസ്കാരമുള്ളവരുമായതുകൊണ്ട് അത് ഇതുവരെ ചെയ്തില്ല. പക്ഷേ ആലോചിച്ച് നോക്കുക, ഗാർഗിൽ റിപ്പോർട്ട് വന്ന്, കസ്തൂരി റിപ്പോർട്ട് വന്നു, ബഫർ സോൺ വന്നു, അതിൻ്റെ കൂടെ പ്രകൃതി സ്നേഹികൾ, പ്രകൃതി മലയോര മേഖലയിൽ കർഷകർ പ്രകൃതിയെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ആലോചിച്ച് നോക്കണം, ഈ ദുരന്തങ്ങൾക്ക് കാരണം കർഷകരാണ് എന്ന് പറഞ്ഞ് ഓരോ മഴക്കാലത്തും വളരെ ഭീമമായ തോതിൽ ആരോപണങ്ങൾ ഉയർത്തപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ വനം വകുപ്പ് കിരാത നിയമങ്ങൾ എന്നുവെച്ചാൽ വനം വകുപ്പ് നിയമങ്ങൾ ശക്തമാക്കുന്ന തലത്തിലേക്ക് വരെ എത്തി. എന്നുവെച്ചാൽ ഒരു സ്ട്രാറ്റജി ആയിട്ട് അങ്ങനെ വന്ന് കൃത്യമായി അത് നടപ്പിലാക്കി ഇന്ന് ആളുകൾ ഇറങ്ങിപ്പോവുക. ഒന്നെങ്കിൽ ഡു ഓർ ഡൈ. ഒരുപാട് ആളുകൾ ഇട്ടിട്ട് പോകുന്നു, ഒരുപാട് ആളുകൾ നിവർത്തിയില്ലാത്തത് കൊണ്ട് അവിടെ തുടരുന്നു. ആ അവസ്ഥയിലേക്ക് എത്താൻ പോകുന്നു എന്നല്ല, എത്തിച്ചു. എന്താണ് ഇനി, എന്താണ് നമുക്ക് അതിനോട് ആദ്യം തന്നെ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ എത്തുന്ന ഒരു രീതിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ അവസ്ഥ ഇങ്ങനെ എത്തിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവരിനി എന്ത് ചെയ്യുമെന്നാണ്, എന്താണ് ഇനി എന്ത് ചെയ്യാനാണ്? ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ നിരാശപ്പെടാൻ പറ്റിയല്ല. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ദേവസ്യ സാറിനോട് എനിക്ക് മനസ്സിലാകും സാറിന്റെ ആ വികാര പ്രകടനങ്ങള്. അടിക്കടി എന്നൊക്കെ പറഞ്ഞ് ശരിയാണെങ്കിലും പ്രായോഗികമായി ചിന്തിക്കും അതൊന്നും അല്ല പോംവഴി. കാരണം നമ്മൾ തിരിച്ചടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ, നിയമത്തെ നമ്മൾ കയ്യിലെടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടുണ്ടാവുകയും. നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ നമുക്ക് ജീവിക്കാൻ അനുകൂലമായ നിയമങ്ങൾ നമുക്കുണ്ടാകണം. ആ നിയമങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഈ നിയമം ഉണ്ടാക്കുന്ന ആളുകളുടെ അടുത്ത് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നവർ വേണം. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇനി വരുന്ന ഇലക്ഷനുകളിൽ നമ്മൾ കൃത്യമായ നിലപാടുകൾ എടുക്കണം. ഇവിടുത്തെ വനമേഖലയെ ബോധപൂർവം പരിഗണിക്കുന്ന ആളുകളെ നമ്മൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത് വിടണം. അതിന് നമുക്ക് സാധിക്കാത്തടത്തോളം കാലം നമ്മൾ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. നമുക്കത് സാധിക്കും. കത്തോലിക്ക കോൺഗ്രസ് ഇതിനെക്കുറിച്ച് വളരെ സുചിന്തിതമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ വളരെ കൃത്യമായ നിലപാടുകൾ എടുക്കുകയും എല്ലാ ആളുകളെയും യോജിപ്പിച്ച് നിർത്തി ഈ സാധാരണക്കാരന് എതിരായിട്ടുള്ള നിലപാടുകൾ ഏതൊക്കെ ജനപ്രതിനിധികൾ എടുക്കുന്നുണ്ടോ അതൊക്കെ തുറന്നു കാണിക്കും. ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവരെ നിഷ്കാസനം ചെയ്യാനുള്ള നമ്മൾ പ്രവർത്തിക്കണം. അത് മുഖം തൊട്ടുമില്ല അതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരൊക്കെ കൂട്ടത്തിൽ നിന്നാലും ഇല്ലെങ്കിലും കത്തോലിക്ക കോൺഗ്രസ് ഈ വിഷയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൃത്യമായി അവതരിപ്പിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യും. അതിനുശേഷം കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തില് എല്ലാവരെയും ചേർത്ത് നിർത്തി ഈ നിയമസഭയിലേക്ക് ഇനി ആരെയൊക്കെ തെരഞ്ഞെടുക്കുന്നു അവര് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഉറപ്പുവരുത്തണം. ഞാൻ പണ്ട് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. ചില നിയമസഭാ മണ്ഡലങ്ങളിലൊന്നും ഞങ്ങൾക്ക് വലിയ ശക്തിയില്ല, പക്ഷേ ഒട്ടുമിക്കവാറും കൺസിസ്റ്റൻസികളില് നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മൾ വിചാരിക്കുന്നവരെ തോൽപ്പിക്കാൻ സാധിക്കും. അത് നമ്മൾ ചെയ്യണം. എന്നാലേ ഇതിന് മാറ്റം വരികയുള്ളൂ. മറ്റ് നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല, നമ്മുടെ ആളുകൾക്ക് നന്മ വരാൻ. കാരണം നേരത്തെ ഇവിടെ ദേവസ്യ സാറും ജോസൂട്ടി സാറും ഒക്കെ പറയുന്നത് കേട്ടു, ഈ നിയമസഭയിലേക്ക് നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട ആളുകള് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല, അവർക്കിതൊന്നും വിഷയമല്ല. അങ്ങനെ വരുമ്പോൾ അത് ജനമധ്യത്തിൽ തുറന്നു കാണിക്കുവാൻ ഒരു ശക്തിയായിട്ട്, വിപ്ലവ ശക്തിയായിട്ട് കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടാവും. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വ നിരയും അണികളും ഇന്ന് വളരെ ശക്തമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, ഈ
വനം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് ഇത് സാധിക്കുന്നില്ല, ഇറങ്ങിപ്പോകണം. അവിടെ ഒരു ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരാള് ഒരു ചർച്ചയിൽ പറയുകയാണ്, വനം മന്ത്രിക്ക് ആനയെ പിടിച്ചു കെട്ടാൻ പറ്റുമോ, പന്നിയെ തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അത് സാധിക്കാത്ത മന്ത്രിയാണെങ്കിൽ, അതിനുള്ള നടപടി എടുക്കാൻ സാധിക്കാത്ത മന്ത്രിയാണെങ്കിൽ ഇറങ്ങിപ്പോകണം. കഴിവുള്ള ആളുകളെ, ഇപ്പൊ ദേവസ്യ സാറ് പറഞ്ഞതുപോലെ കഴിവുള്ള ആളുകളെ അവിടെ ഇരുത്തണം. അതിനെക്കുറിച്ച് ചർച്ച വന്നു എന്ന് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസത്തെ പത്രമാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കി കാണും. അതുകൊണ്ട് മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാനും നമുക്ക് അനുകൂലമല്ലാത്തവർ ആരൊക്കെയാണെന്ന് തെളിച്ചു പറയാനും സാധിക്കുന്ന വിധത്തില് രാഷ്ട്രീയമായിട്ട് നമ്മൾ പ്രതികരിക്കണം. രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളായി നിന്നതുകൊണ്ട് കർഷകന് ഒരു രക്ഷയുമില്ല എന്ന് ഓരോ കർഷകനും തിരിച്ചറിയണം. ഇവിടെ മാർക്സിസ്റ്റ് അടിമകളും BJP അടിമകളും കോൺഗ്രസ് അടിമകളുമായിട്ട് നമ്മുടെ കർഷകർ മാറിയത് കൊണ്ടാണ് കർഷകർക്ക് ഇവിടെ ഒരു രക്ഷയുമില്ലാത്തത്. ഒരു പാർട്ടിയുടെ അടിമയാകാതെ അവനവന്റെ ആവശ്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ പൗരന്മാര് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മാത്രമേ ഇവിടുത്തെ സ്ഥിതികൾ മാറുകയുള്ളൂ, വ്യവസ്ഥകള് മാറുകയുള്ളൂ. വ്യവസ്ഥാപിത സംവിധാനങ്ങള് കർഷകർക്ക് അനുകൂലമാക്കി മാറ്റണമെങ്കിൽ കർഷകർ ഒറ്റക്കെട്ടായി നിൽക്കണം. ഇത് വെറുതെ വാചകടിച്ചതുകൊണ്ട് കാര്യമില്ല, പ്രയോഗത്തിലാക്കണം. ഈ ഫോറസ്റ്റ് ഓഫീസർമാർ നമ്മളെ ക്രൂശിക്കാൻ വരുമ്പോൾ നമ്മള് നോക്കി നിൽക്കരുത്. ഇനി അതിന് സംഘാതമായിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. നമ്മളുടെ ഒരാളെ പിടിച്ചുകൊണ്ട് സാധിക്കുകയല്ല നമ്മൾ പറയാൻ സാധിക്കണം. അതിനുള്ള ആർജവത്വം നമുക്ക് ഉണ്ടാകണം. അത് ഉണ്ടാകാത്തടത്തോളം കാലം ഇവർ നമ്മുടെ മേൽ കുതിര കയറും. നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഈ ഒറ്റുകൊടുക്കൽ ആദ്യം നിർത്തണം. നമ്മളുടെ ഇടയിലുള്ള കൂട്ടായ്മ വർദ്ധിപ്പിക്കണം. കർഷകന് നിലനിൽക്കണമെങ്കിൽ എന്റെ അഭിപ്രായത്തില് ഇനി അതേ രക്ഷയുള്ളൂ. രാഷ്ട്രീയമായ നിലപാടുകൾ സ്വീകരിക്കാതെ ജനപ്രതിനിധികള് കർഷകരെ തിരിഞ്ഞു നോക്കിയല്ല എന്നുള്ളത് 100% ഈ കഴിഞ്ഞ കാലത്തിലെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചുരുക്കം ചില ജനപ്രതിനിധികള് കർഷക വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എത്രയോ ജനപ്രതിനിധികളാണ് ഇത് നിസ്സാരവൽക്കരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ ജോസുകുട്ടി ഒഴുകിൽ, ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെയാണ് നമുക്കിനി, എന്ന് വെച്ചാൽ അവർ ആസൂത്രണം എല്ലാം ചെയ്തു കഴിഞ്ഞു, എല്ലാം നടപ്പിലാക്കി കഴിഞ്ഞു, ഇനി മുന്നോട്ട് അച്ഛൻ പറഞ്ഞ പോലെ എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും രാഷ്ട്രീയപരമായുമെല്ലാം? നമ്മള് ശക്തമായ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ശക്തമായ നിലപാടുകൾ തന്നെയാണ് അതിൻ്റെ അകത്ത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം സാധ്യമാകുന്ന ചില നിയമ ഭേദഗതികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. ഇപ്പൊ തന്നെ ഈ വന്യജീവി സംരക്ഷണം, വന്യജീവികൾക്ക് വനത്തിന് പുറത്ത് നിയമസംരക്ഷണം പാടില്ല എന്നൊരു സ്റ്റാൻഡ് എടുക്കുകയും അത് ഒരു നിയമ ഭേദഗതിയിൽ അതുകൊണ്ട് ഉൾപ്പെടുത്തുകയും ചെയ്യണം. ഇപ്പൊ വന്യജീവി എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും അവർക്ക് നിയമസംരക്ഷണമുണ്ട്. കാട്ടുപന്നിയൊക്കെ കാട് കണ്ടിട്ട് വർഷങ്ങളായി കൃഷിയിടത്തിൽ താമസിക്കുന്നു, അവിടെ പെറ്റുപെരുങ്ങുന്നു, അവിടെ വളരുന്നു. അങ്ങനെ കൃഷിയിടത്തിൽ താമസിക്കുന്നവരെ കാട്ടുപന്നി എന്ന് വിളിക്കാൻ പറ്റില്ല, അവർ നാട്ടുപന്നി തന്നെയാണ്. പാമ്പളാനി പിതാവ് എന്നാൾ പറഞ്ഞാണ്, അത് നാട്ടുപന്നി തന്നെയാണ്. അപ്പൊ വന്യജീവികൾക്ക് വനത്തിന് പുറത്ത് നിയമസംരക്ഷണം നൽകുക എന്നത് പാടില്ല. അത് ഒരു നിയമ ഭേദഗതി കൊണ്ടുവരേണ്ടതാണ്. രണ്ടാമത്തെ സംഗതി, നമുക്കിവിടെ ഇപ്പോ നമുക്കറിയാമല്ലോ ട്രാഫിക് പോലീസ് ഉണ്ട്. ട്രാഫിക് സംബന്ധമായ കേസുകൾ എടുക്കുന്ന ട്രാഫിക് പോലീസാണ്. അതുപോലെ പുതിയൊരു കൺസെപ്റ്റ് ആണ് ഫോറസ്റ്റ് പോലീസ്. വനസംബന്ധമായ കേസുകൾ, വനവുമായി ബന്ധപ്പെട്ട കേസുകൾ എടുക്കണമെങ്കിൽ അതിന് പോലീസിൽ തന്നെ ഒരു വിഭാഗത്തെ, ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ട് ഈ ട്രാഫിക് പോലീസ് പോലെ തന്നെ ഒരു ഫോറസ്റ്റ് പോലീസ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. മൂന്നാമത്തെ സംഗതി, വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ വിന്യസിക്കുക എന്നുള്ളത് ഒരു പോളിസി ആയിട്ട്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി പോളിസി ആയിട്ട്, എന്ന് വെച്ചാൽ അങ്ങനെ റിപ്പോർട്ട് കിട്ടിയാൽ അടുത്ത ഇത്ര മണിക്കൂറിനുള്ളിൽ അവരോട് എത്തിയിരിക്കും എന്നുള്ള രീതിയിലുള്ള സ്റ്റാറ്റ്യൂട്ടറി പോളിസി കൊണ്ടുവരാനായിട്ട് കഴിയണം. നാലാമതായിട്ട് ഈ പ്രതിരോധ സംവിധാനങ്ങളാണ്. എവിടെയൊക്കെയാണ് ഫെൻസിങ് വേണ്ടിയിരിക്കുന്നത്, എവിടേക്കാണ് ഫെൻസിങ് തകർന്നിരിക്കുന്നത്, ട്രെഞ്ച് വേണ്ടിയിരിക്കുന്നത് എവിടെയൊക്കെയാണ്, ഇത് കണക്കാക്കിക്കൊണ്ട് പൂർണ്ണമായും അവിടെ അത്തരം ട്രെഞ്ച് എടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉള്ള ഒരു നിലപാട്, അതിനുവേണ്ട ഫണ്ട് മാറ്റിവെക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എടുക്കണം. ഇപ്പോഴത്തെ ഈ ഗ്രീൻ ഇന്ത്യ മിഷന്റെ പൈസയും ഗ്രീൻ ഇന്ത്യ മിഷന്റെ ഫണ്ടും അതുപോലെയുള്ള മറ്റ് ഫണ്ടുകളും ഒക്കെ ഈ കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ആ തരത്തിലുള്ള നിലപാടുകൾ എടുക്കുകയും ചെയ്യണം. പിന്നെ വേറെ എന്നുള്ളത്, ജനങ്ങൾക്ക് വിരുദ്ധമായി വരുന്ന ഒരു നിയമത്തെയും അംഗീകരിക്കാൻ പാടില്ല. ജനത്തിന് വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ MLA-മാരുടെ തലത്തിലാണ് നമ്മൾ ടേക്കപ്പ് ചെയ്യേണ്ടത്. ആ തരത്തിൽ MLA-മാരുടെ തലത്തിൽ തന്നെ, കാരണം ജനപ്രതിനിധികൾ അവരാണ്. MLA-മാരെ പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള മറ്റ് ജനപ്രതിനിധികളും, പഞ്ചായത്ത് പ്രസിഡന്റും, പഞ്ചായത്ത് മെമ്പറും, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും, ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുണ്ട്. ഇവർക്കൊക്കെ ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ആ തരത്തിൽ ഒരു ജനകീയ മുന്നേറ്റത്തിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ പ്രചരണം കൊടുക്കുകയും മുൻതൂക്കം കൊടുക്കുകയും ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
2019 ഇതുപോലെ ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചാണെന്ന് ഒരുപക്ഷെ നമ്മൾ ആരും മറന്നുപോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഇപ്പൊ പുതിയ നിയമ ഭേദഗതി പോലെ കുറെ കരിനിയമങ്ങൾ കൊണ്ടുവന്നതാണ്. അന്ന് അത് പെട്ടെന്ന് അത് ലീക്കായി വന്നപ്പോഴത്തേക്ക് അതിനെ എതിർത്തുകൊണ്ട് അവരത് ഗസറ്റിൽ പോലും പബ്ലിഷ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഇത്തവണ ഗസറ്റിൽ അത് പബ്ലിഷ് ചെയ്തു. നമ്മൾ ഇനി ഒരു കാരണവശാലും നമ്മൾ വഴങ്ങാൻ പാടില്ല. നമ്മൾ അതിശക്തമായ നിലപാട് എടുക്കണം. നമ്മുടെ മടത്തിക്കണ്ടത്തി പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇനി ഒരു സംഭവം ഉണ്ടായാൽ ജനങ്ങൾ ഈ തരത്തിലായിരിക്കില്ല പ്രതികരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞോണം എന്ന് പറയുന്ന തരത്തിൽ അതിൽ പ്രചരണം കൊടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വിദ്യാഭ്യാസവും സംസ്കാരവും ഒരു ബലഹീനതയായി കാണരുത്, ക്ഷമയും ദയയും ഒരു ബലഹീനതയായി കാണരുത്. നികുതി ദായകന്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന നികുതി പണം ഉപയോഗിച്ച് ശമ്പളം മേടിച്ചതിന് ശേഷം അവന്റെ തന്നെ പുറന്തലയ്ക്ക് അടിച്ച് അവനെ പുറത്താക്കുന്ന ആ ഒരു ചതിയുടെ ആ ഒരു രീതി വളരെ മോശമാണ്. അത് സംസ്കാര ശൂന്യമാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ ഇതുപോലുള്ള കരിനിയമങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ പീഡിപ്പിക്കുകയും അവൻ ജനിച്ച നാട്ടിൽ നിന്ന് വെറും കൈയോടെ പുറന്തള്ളപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. അടി എന്നുള്ള രീതിയിലേക്ക് ജനങ്ങളെ മാറ്റാൻ നിൽക്കരുത്. ചർച്ച അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.